ദശകം 77 ഉപശ്ലോകൽപതിയും ജരാസന്ധയുദ്ധവും. സ്വൈരന്ദ്രിയാസ്തദനുചിരം സ്മരാതുരായ. സൈരന്ദ്രി കുബ്ജ കംസന് കുറുകൂടുണ്ടാക്കി കൊടുക്കുന്നവൾ. അവളെ ഭഗവാൻ അനുഗ്രഹിച്ച് അവളുടെ വളവ് തീർത്ത് സുന്ദരിയാക്കി തീർത്തു. അപ്പോൾ അവൾ ഭഗവാന്റെ അംഗവസ്ത്രത്തിൽ കടന്നു പിടിച്ചു. അങ്ങ് എൻ്റെ കൂടെ വരണം, ഞാൻ വരാം. വിഷ്യാമി എന്ന് അവളോട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് മാസങ്ങളായി. എപ്പോഴും അവൾ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ച് സ്മരാതുരായ. സ്മരൻ കാമദേവൻ. കാമദേവൻ അവളെ പീഡിപ്പിച്ചു കൊണ്ടിരുന്നു. ഭഗവാനുമായിട്ടുള്ള സംഗമത്തിനു വേണ്ടി. ഭഗവാൻ മറന്നിട്ടില്ല. എപ്പോൾ ഉദ്ധവർ തിരിച്ചു വന്നുവോ ആ ഉദ്ധവരുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് വീണ് സൈരേന്ദ്രിയുടെ ഗൃഹത്തിൽ പോയി. യാദോ ഭൂ അവിടെ എത്തി. സലളിതം ഉദ്ധവേന സാർത്ഥം. മനോഹരനായി ലളിതമായ വസ്ത്രത്തിൽ മനോഹര രൂപത്തിൽ ആ ഉദ്ധവരുടെ കൂടെ അവിടേക്ക് പോയി. അവളുടെ ആവാസം എങ്ങനെയുള്ള ആവാസമാണ്? പ്രതിദിനവാസ സജ്ജികായ. അവൾ ഓരോ ദിവസവും എപ്പോഴാണ് കൃഷ്ണൻ വരിക എന്നറിയില്ല. ഏഷ്യാമി, ഞാൻ വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണ് വരിക അറിയില്ല. അപ്പോൾ ദിവസവും ആ ഗൃഹത്തിനെ അലങ്കരിച്ച് താൻ തൻ്റെ ശരീരത്തിനെയും അലങ്കരിച്ച് ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി. ത്വദുപഗമോത്സവം. ഭഗവാൻ വരുന്നത് അവൾക്കൊരു ഉത്സവമായിരുന്നു. സദൈവ ധ്യായന്ത്യാഹ. എപ്പോഴും ഭഗവാനെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടേയിരുന്നു. ഉദ്ധവർ വന്നപ്പോഴാണ് ഭഗവാൻ ഉദ്ധവരുടെ കൂടെ അവളുടെ ഗൃഹത്തിലേക്ക് പോയി അവളെ അനുഗ്രഹിക്കുക. അവളുടെ ആഗ്രഹം സാധിപ്പിക്കുക. ഇതാണ്. കുബ്ജ ആരായിരുന്നു? ശൂർപ്പണഖയായിരുന്നു. ത്രേതായുഗത്തിൽ രാമനെ കാക്ഷിച്ച ശൂർപ്പണഖ. തനിക്ക് രാമനെ സ്പർശിക്കാൻ പോലും സാധിച്ചില്ല. ആ ലക്ഷ്മണൻ സമ്മതിച്ചില്ല. അപ്പോൾ രാമനെയും സീതയെയും ലക്ഷ്മണനെയും കുറിച്ച് രാവണൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അങ്ങനെ അവിടുന്ന് നേരെ പോയത് പുഷ്കര തീർത്ഥത്തിലേക്കാണ്. പുഷ്കര തീർത്ഥത്തിൽ പോയി വെള്ളത്തിൽ നിന്നുകൊണ്ട് 10,000 വർഷം തപസ് ചെയ്തു. ശ്രീരാമൻ എൻ്റെ ഭർത്താവായിട്ട് വരണം. ശിവനെയാണ് തപസ് ചെയ്ത്. ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തോടുകൂടി എൻ്റെ ആഗ്രഹം സാധിക്കും. മധുരയിൽ വെച്ചായിരിക്കും എൻ്റെ ആഗ്രഹം സാധിക്കുക എന്നവളെ അനുഗ്രഹിച്ചു. അവളാണ് കുബ്ജയായിട്ട് ഒന്ന് ജനിച്ചത്. 3 വളവാണ് അവളുടെ ശരീരത്തിന്. അതുകൊണ്ട് ത്രിവക്ര എന്നാണ് അവളുടെ പേര്. ത്രിവക്ര. കഴുത്തിലൊന്ന്,
നെഞ്ചിലൊന്ന്, ഇടുപ്പിലൊന്ന്, കടിപ്രദേശം. 3 സ്ഥലത്തുള്ളതായ വളവുകൾ. അതുകൊണ്ട് അവളെ കുബ്ജ, കൂനുള്ളവൾ എന്നുള്ള അർത്ഥത്തിൽ കുബ്ജ എന്ന് പറയും. ആ കൂൻ 3 സ്ഥലത്തായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ത്രിവക്ര എന്ന് പറയും. അപ്പോൾ ത്രേതായുഗത്തിലെ ആ ശൂർപ്പണഖയാണ് അവളുടെ ആഗ്രഹമനുസരിച്ച് ഭഗവാനെ ഭജിച്ച് ഈ വിധത്തിൽ ഭഗവാന്റെ സംഗമം കിട്ടിയത്. അവൾ കംസനെ കുറിക്കൂട്ടി നൽകി. ഇപ്പോൾ ആ ഭഗവാനെ കണ്ടു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സുന്ദരിയായി തീർന്നു. ഭഗവാൻ യേഷ്യാമി എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് എന്തൊന്നില്ലാത്ത കാമപീഡയായിരുന്നു. സ്മരാതുരായ, സ്മരൻ കാമദേവൻ. കാമദേവൻ അവളെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയുള്ള അവളെ അനുഗ്രഹിക്കാൻ ഭഗവാൻ ഉദ്ധവേന സാർത്ഥം, ഉദ്ധവൻ്റെ കൂടെ അവളുടെ ആവാസത്തിലേക്ക്, അവളുടെ ഗൃഹത്തിലേക്ക് പോയി. എപ്പോൾ ഭഗവാനെ കണ്ടുവോ ത്വതുപഗമോത്സവം, ആ വരവ് അവൾക്കൊരു ഉത്സവമായിരുന്നു. എന്തുകൊണ്ട്? സദൈവ ധ്യായന്ത്യാഹ, എപ്പോഴും ആ ഭഗവാനെക്കുറിച്ച് തന്നെ ധ്യാനിച്ചിരുന്നവളാണ് അവളെ. എന്ന് മാത്രമല്ല, ആ ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നവൾ. പ്രതിദിന വാസസജ്ജികായ, ആ വീട്ടിനെ അടിച്ച് തുടച്ചൊരുക്കി ദിവസവും. അതുപോലെ അവളും നല്ല വേഷമണിഞ്ഞ് ഇരുന്നു. ശ്ലോകം 2. ഉപഗതേ ത്വയി പൂർണ്ണമനോരഥം, എപ്പോൾ ഭഗവാൻ വന്നുവോ അവളുടെ ആഗ്രഹം പൂർണ്ണമായി. ഭഗവാൻ തന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ആ ഭഗവാന്റെ പാദം കഴുകുക, ഭഗവാനെ പൂജിക്കുക മുതലായ ആ സുജനത അവൾ നല്ലവണ്ണം ചെയ്തു. ആ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ അവൾക്ക് ഉറപ്പില്ല. അങ്ങനെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. പ്രമദ സംഭ്രമ, പ്രകർഷണയുള്ള മതം, സന്തോഷം. ആ സന്തോഷം കൊണ്ട് സംഭ്രമിച്ചു. ആ സംഭ്രമം കൊണ്ട് കംഭ്രപയോധരാം, ആ സ്ഥലങ്ങളങ്ങനെ ഇളകിച്ചാടി. വിവിധമാനനം ആദധതീം, പലതരത്തിൽ ആ ഭഗവാനെ മാനിക്കാൻ വേണ്ടി, ബഹുമാനിക്കാൻ വേണ്ടി അവൾ പല സാധനങ്ങൾ ഒരുക്കി എന്നർത്ഥം. പൂജാ സാധനങ്ങൾ ആദ്യം, പിന്നെ ആഹാര സാധനങ്ങൾ, പിന്നെ കിടക്കയിലും മറ്റും വേണ്ടതായ ആ സാധനങ്ങൾ, അതെല്ലാം സന്തോഷത്തോടെ അവൾ ഒരുക്കി. ഭഗവാനും രഹസി, ഏകാന്തത്തിൽ താം രമയാഞ്ചകൃഷേ സുഖം, അവളെ നന്നായി സുഖിപ്പിച്ചു, രമിപ്പിച്ചു. ഏതൊരാഗ്രഹമാണോ അവൾക്കുണ്ടായിരുന്നത് ആ ആഗ്രഹത്തിനെ സാധിപ്പിച്ചു. അപ്പോൾ എന്താഗ്രഹം നമുക്കുണ്ടെങ്കിലും ഭഗവാനെ സാധിപ്പിക്കും, പക്ഷെ താമസിക്കും. ഇവിടെ ത്രേതായുഗത്തിലെ ശൂർപ്പണഖയാണ്. ഇപ്പോൾ ദ്വാപരയുഗം അവസാനമാവാറായി. ദ്വാപരയുഗം 8,64,000 കൊല്ലമാണ് അതിൻ്റെ അവസാനമാവാറായി. അപ്പോൾ എന്താഗ്രഹം വെച്ചാലും അത് ഭഗവാൻ സാധിപ്പിക്കും എന്ന് മനസ്സിലാക്കി. ആഗ്രഹങ്ങൾ അധികമായാൽ വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കി ആഗ്രഹങ്ങൾ ചുരുക്കും. നമുക്ക് വേണ്ടതാണ് എപ്പോഴും പരമമായ ആനന്ദമാണ്, ബ്രഹ്മാനന്ദമാണ് വേണ്ടത്. ആ ബ്രഹ്മാനന്ദത്തിന് നിരന്തരം ഉള്ളിലേക്ക് അങ്ങോട്ട് നോക്കുകയാണ് വേണ്ടത്. പുറത്തൊന്നും ചെയ്യേണ്ടതായ ആവശ്യമില്ല. അപ്പം നമുക്കുള്ളതായ ഒരു പാഠം കൂടി അവിടെയുണ്ട് എന്നർത്ഥം. എന്താഗ്രഹം ഉണ്ടെങ്കിലും ആഗ്രഹം ഭഗവാൻ സാധിപ്പിക്കൂ. ഇപ്പം എത്രയോ ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരുടെ ആഗ്രഹം സാധിക്കുന്നത്. ഇതുപോലെ നമ്മൾ എന്താഗ്രഹം മനസ്സിൽ വെച്ചിരിക്കണമോ ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി വീണ്ടും 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 ജനിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. നേരെ മറിച്ചോ എനിക്ക് ആ ഭഗവാനെ പ്രാപിക്കുകയാണ് വേണ്ടത്
വേറെ ഒരാഗ്രഹമില്ല എന്ന് വെച്ചാലോ ഇപ്പോൾ ഏത് ജന്മമുണ്ടോ ആ ജന്മം കൊണ്ട് അവസാനിപ്പിക്കാം. ഈ ജന്മത്തിൻ്റെ അവസാനത്തിൽ ആ ഭഗവാനുമായി ഐക്യം പ്രാപിക്കാം. ഇതാണ് 4-ാം ദശകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. സദ്യോമുക്തി വേണമെങ്കിൽ അതാവാം, അല്ല മറ്റുള്ള ലോകങ്ങൾ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അഗ്നിയുടെ ലോകം, സൂര്യൻ്റെ ലോകം, ചന്ദ്രൻ്റെ ലോകം, ധ്രുവലോകം, ബ്രഹ്മലോകം, ആ ലോകങ്ങളൊക്കെ കാണുന്ന ആഗ്രഹമുണ്ടെങ്കിൽ ക്രമമുക്തിയാകും. 2 മുക്തിയെക്കുറിച്ച് 4-ാം ദശകത്തിൽ വ്യക്തമായിട്ട് പറയും. അതിലേതാ വേണ്ടതെന്ന് നമ്മൾ തീർച്ചയാക്കണം. അപ്പം മനസ്സിനെ ആ വിധത്തിൽ പാകപ്പെടുത്തി എടുക്കണം. സദ്യോമുക്തി വേണോ ക്രമമുക്തി വേണോ? സദ്യമുക്തി അത്ര എളുപ്പമല്ല. ഈ മനസ്സിൽ നിന്ന് ജീവിച്ചിരിക്കുമ്പോൾ സകല വിഷയങ്ങളെയും കളയണം. സാധ്യമല്ല. പക്ഷേ ആ ഭഗവത് ചിന്ത നിരന്തരം ഉണ്ടെങ്കിൽ ക്രമമുക്തിക്ക് നമ്മൾ അർഹരാണ്. ഭഗവാനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വേണ്ടു. ഭഗവാനെ അംഗീകരിക്കണം. അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. പ്രപഞ്ചം മുഴുവൻ നടന്നിൽക്കുന്ന ഒരു ചൈതന്യമുണ്ട്, അതാണ് ഈശ്വരൻ. ആ ഈശ്വരൻ എൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഈ ശരീരം പോകുന്നതിന് മുമ്പ് ആ ഈശ്വരനുമായി എനിക്ക് സാക്ഷാത്കാരം വേണം. ഇതാണ് ശ്രദ്ധയുടെ ആദ്യത്തെ. ഈശ്വരനെ അംഗീകരിക്കുക, ആ ഈശ്വരന് വന്ന ശാസ്ത്രങ്ങളെ അംഗീകരിക്കുക, ആ ശാസ്ത്രങ്ങൾ പറഞ്ഞു തരുന്ന ഗുരുവിനെ അംഗീകരിക്കുക. ഒടുവിലോ എനിക്ക് ഇത് ഈ ജന്മത്തിൽ തന്നെ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം. 4 വിശ്വാസങ്ങൾ ഉള്ളതായ ശ്രദ്ധ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അവൾക്ക് ശൂർപ്പണയ്ക്ക് ആ ശ്രദ്ധയുണ്ടായിരുന്നു. പക്ഷേ വളരെ കാലം കഴിഞ്ഞിട്ടാണ് ആ ആഗ്രഹം സാധിക്കുന്നത്. അതിന് വീണ്ടും ജനിക്കേണ്ടതായിട്ട് വന്നു. നമുക്ക് വീണ്ടും ജനിക്കാതെ കണ്ട് നോക്കണം. അതാണ്. വീണ്ടും ഈ ഭൂമിയിലേക്ക് വരാൻ പാടില്ല. അതാണ്. സദ്യോമുക്തിയായാലും വരണ്ട, ക്രമമുക്തിയായാലും വരണ്ട. ക്രമമുക്തിയിൽ ഈ ലോകങ്ങളിലൂടെ കടന്ന് അവസാനത്തിൽ ബ്രഹ്മലോകത്തിലെത്തി നമ്മൾ ബ്രഹ്മാണ്ഡഭേദനം, നമ്മുടെ ഉള്ളിലുള്ളതായ ആ 17 ഘടകങ്ങളെ ഒന്നിച്ച് ഭഗവാനിലേക്ക് അങ്ങോട്ട് ചേർക്കുകയാണ്. ഭഗവാനുമായി ഐക്യം പ്രാപിക്കുക. 4-ാം ദശകത്തിൽ വിശദമായിട്ടത് പറയുന്നുണ്ട്. ഉപഗതേ ത്വയി പൂർണ്ണ മനോരഥം. എപ്പോൾ ഭഗവാൻ വന്നുവോ അവൾക്ക് എന്തെന്നില്ലാത്തതായ സന്തോഷം, എന്തൊരു മനോരഥമാണ് ഉണ്ടായിരുന്നത്, അത് പൂർണ്ണമായി. ആഗ്രഹമാണ്, അത് പൂർണ്ണമായി. പ്രമദ സംഭ്രമകംപ്രഭയോധരം. ആ സന്തോഷം കൊണ്ട്, സംഭ്രമം കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയോ ചെയ്തു. അതാണ്. അതിൽ അവളുടെ ആ ശരീരത്തിൽ ആ മനോഹരങ്ങളായ വയോധരങ്ങൾ, വയസ്സിനെ ധരിക്കുന്ന സ്ഥലങ്ങൾ കമ്പ്രങ്ങളായി ഇളകി മറിഞ്ഞു. വിവിധമാനനം ആദധതീം. അവൾ ഭഗവാനെ പല വിധത്തിൽ മാനിച്ചു. മാനനം. ഭഗവാൻ അവളെ രഹസ്യ രമയാം ജഗൃഷേ സുഖം, സുഖമായിട്ട് രമിപ്പിച്ചു. അവളുടെ ആഗ്രഹം സാധിപ്പിച്ചു. വിവിധമാനനം എന്നുള്ളത് സമസ്ത പദമായിട്ടും എടുക്കാം, 2 പദങ്ങളായിട്ടും എടുക്കാം. വിവിധം ആനനം. അതാണ് നമ്മൾ ആദ്യം എടുത്തത് സമസ്ത പദം. വിവിധമാനനം, പല വിധത്തിൽ ഭഗവാനെ മാനിക്കുക. പൂജിക്കുന്നതിന് പൂജാദ്രവ്യങ്ങൾ ധാരാളം വെച്ചിട്ട്, ഭഗവാനുള്ളതായ ആഹാര സാധനങ്ങൾ ധാരാളം വെച്ചിട്ട്, ആ കിടപ്പ് മുറിയിൽ വേണ്ട അലങ്കാരങ്ങളെല്ലാം ചെയ്തിട്ട്, അത് വിവിധമാനനം. വിവിധമാനനം ആ അവളെ രമിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവളുടെ മുഖത്തിൻ്റെ ആ മാറ്റങ്ങൾ, അതാണ്. ആ പല വിധത്തിൽ ആ മുഖം പ്രകാശിച്ചു. വിവിധം ആനനം.